മകളെ, ജെറുസലേം 3 മിനിറ്റ് പ്രാർത്ഥനയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും പരിശുദ്ധമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. കുറേ ദാഹത്തോടെ കാത്തിരിക്കുന്നവരുണ്ട്, പ്രാർത്ഥിച്ച് ഈ നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഒത്തിരി പേർക്ക് സൗഖ്യം കിട്ടി, ഒത്തിരി പേർക്ക് കാര്യങ്ങൾ ദൈവാനുഗ്രഹം കിട്ടിയതിൻ്റെ പേരിൽ വചനത്തോട് അഭിനിവേശം, ഒരു താല്പര്യം വർദ്ധിച്ചു വരുന്നത് ഞാൻ അറിയുന്നുണ്ട്. ധനവാന്മാരും കോടീശ്വരന്മാരെക്കാളൊക്കെ ഉപരിയായി സാധുശീലമുള്ളവരെ ഈശോ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. വചനം കേൾക്കാം. എസെക്കിയേലിൻ്റെ പുസ്തകം 21-ാം അധ്യായം 26-ാം വാക്യം. നിന്റെ തലപ്പാവും കിരീടവും എടുത്തു മാറ്റുക, ഇനി പഴയപടി തുടരുകയില്ല. താഴ്ന്നവൻ ഉയർത്തപ്പെടും, ഉയർന്നവൻ താഴ്ത്തപ്പെടും. മകളെ, വലിയ വലിപ്പവും പ്രതാപമുള്ളവരെ അല്ല കർത്താവ് കടാക്ഷിക്കുന്നത്, മറിച്ച് വിനീത ഹൃദയരെയാണ്, എളിമയുള്ളവരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നത് വിനീതർക്കാണ്. വൈകല്യങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ സൗഭാഗ്യമുള്ളവരെയല്ല, വിനീതരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്. അഭിനന്ദിച്ചാലും അവഗണിച്ചാലും ദൈവം എളിമയുള്ളവരെയാണ് കടാക്ഷിക്കുന്നത്. അസൗകര്യങ്ങളെ ദൈവഹിതങ്ങളാക്കി മാറ്റുന്നവരാണ് ഭാഗ്യവാന്മാർ കർത്താവിൻ്റെ കണ്ണുകളിൽ. ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും നിസ്സാരമായി കരുതിയാലും ദൈവം വിനീതരെ വിലയുള്ളവരായിട്ടാണ് കാണുന്നത്. കാണാറില്ലേ? മനുഷ്യർക്ക് ഉപകാരമില്ലാത്ത വ്യക്തികളെയും ചില സാഹചര്യങ്ങളെയും ചില സ്ഥലങ്ങളെയും ദൈവത്തിൻ്റെ ഉപകരണങ്ങളാക്കി മാറ്റുന്നത്. ദൈവത്തിൻ്റെ സ്വപ്നങ്ങളും സ്വർഗീയ പദ്ധതികളും ഭൂമിയിൽ നടപ്പിലാക്കാൻ ദൈവം തിരഞ്ഞെടുക്കുന്നത് വിനീത മനസ്സുകളെയാണ്. ചിലർക്ക് വീടും വാഹനങ്ങളും സൗകര്യങ്ങളും കർത്താവ് കൊടുക്കുന്നു. എളിയവർക്കാകട്ടെ ഈശോ തൻ്റെ ഹൃദയം തന്നെ കൊടുക്കുന്നു. സ്വർഗവും ഭൂമിയും ഒരുപോലെ വിലമതിക്കുന്നവരാണ് വിനീത ഹൃദയമുള്ളവർ. അതുകൊണ്ട് വചനം ഓർമ്മപ്പെടുത്തുന്നു, തലപ്പാവും കിരീടങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതരായി കടന്നു വരിക. വിനീത ഹൃദയരെയാണ് ദൈവം വളർത്തുന്നത്, വിനീത മനസ്സുള്ളവരെയാണ് ദൈവം ശക്തിപ്പെടുത്തുന്നത്. ഈശോയോട് പ്രാർത്ഥിക്കാം, ഞങ്ങൾക്കും വിനീതമായ ഒരു ഹൃദയം തരണമേ എന്ന്. ഈ സമയം ധാരാളം മക്കളെ കർത്താവ് തൊടുന്നുണ്ട്. ചിലർക്ക് മാനസാന്തരവാരം കൊടുക്കുന്നുണ്ട്, ചിലരുടെ ജീവിതത്തിൽ ഒരു പുതിയ തീരുമാനമെടുക്കുന്നുണ്ട്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇതാ സാധുശീലവനായ ഈശോ നിൻ്റെ ഹൃദയത്തിൽ കാവൽ നിൽക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.